വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരാൾ അക്കൗണ്ടിങ്ങിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. ആ ടേംസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഒരു ടേം പറയുമ്പോൾ ആ ടേം എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് പഠിക്കാനും ആ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഇതാണ് entity എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം entity means a reality that is definite individual existence. Business entity means a specifically identifiable business enterprise like super bazaar, hired jewelers, ITC limited, etc. An accounting system is always devised for a specific business entity. ഓരോ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക്കലി ഐഡൻറ്റിഫിക്കബിൾ ബിസിനസ് എൻ്റർപ്രൈസ് ആയിരിക്കും. ലൈക്ക് സൂപ്പർ ബസാർ, ഹയർ ജ്വല്ലേഴ്സ്, ITC ലിമിറ്റഡ്. ഇങ്ങനെയുള്ള ഒരു സ്പെസിഫിക് ബിസിനസ് എൻറ്റിറ്റീസിന് വേണ്ടി മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ്സ് ഡിവൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാണ് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എൻ്റർപ്രൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈമാണ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻ മീൻസ് എ ഇവൻറ്റ് ഇൻവോൾവിങ് സം വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്. നമ്മൾ എൻറ്റിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയല്ല, രണ്ടോ അധികം എൻറ്റിറ്റീസ് തമ്മിൽ ഒരു വാല്യൂ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് ഗുഡ്സ്. നമ്മളൊരു ബിസിനസ് എൻറ്റിറ്റിയാണ്. നമ്മളുടെ ബിസിനസ്സിലേക്കുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ ക്യാഷ് പർച്ചേസാണ്, ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഗുഡ്സിൻ്റെ വാല്യൂ ആയിട്ടുള്ള എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ട് ഡീലർക്ക് കൊടുക്കുന്നു. ഡീലർ നമുക്ക് ഗുഡ്സ് നൽകുന്നു. അപ്പോൾ എന്താണ്? ആ ഗുഡ്സിൻ്റെ ഒരു വാല്യൂ ഇൻവോൾവ്മെൻറ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? അതൊരു ട്രാൻസാക്ഷനാണ്. ദെൻ റെസിപ്റ്റ് ഓഫ് മണി. നമ്മളെ ഒരു ഡെപ്റ്റർ മീൻസ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടം തരാനുള്ള ഒരാൾ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരികയാണെന്ന് വെച്ചോ. അപ്പോൾ അവിടെ നിന്ന് ഒരു വാല്യൂ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനിൽ രണ്ടുപേർ തമ്മിൽ തന്നത്. ഓക്കെ. ദെൻ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റർ. ക്രെഡിറ്റിൽ നമ്മളെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, ഒരു ബിസിനസ് എൻറ്റിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എൻറ്റിറ്റിയിലേക്ക് നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു? രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ ഒരു വാല്യൂ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് നടന്നു. സോ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻകറിങ് എക്സ്പെൻസ് പേയ്മെൻറ്റിലും എന്താണ്? അങ്ങനെ തന്നെയാണ്, വാല്യൂ ഇൻവോൾവ് ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. എന്തായിരിക്കാം? ഒന്നെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പർച്ചേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷിന് പർച്ചേസ് ചെയ്യാം, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാം. എന്ത് തരത്തിലാണെങ്കിലും എന്താണ്? അവിടെ ഒരു വാല്യൂ ഉണ്ട്. നമ്മളൊരു ഗുഡ്സ് 20,000 റുപ്പീസിൻ്റെ ഗുഡ്സ് ക്യാഷിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് നമ്മൾ കൈയോടെ കൊടുക്കുന്നു. അപ്പം 20,000 റുപ്പീസ് വാല്യൂ ഉള്ളൊരു ഇവൻറ്റ് ആണ് നടന്നത്. ഇനി ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? നമുക്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോഴും 20,000 റുപ്പീസ് വാല്യൂ ഉള്ള ഒരു ഇവൻറ്റാണ് രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ നടക്കുന്നത്. സോ ആൻ ഇവൻറ്റ് ഇൻവോൾവിങ് സം വാല്യൂ ബിറ്റ്വീൻ two or more entities is called transactions. Okay. Asset are economic resources of an enterprise that can usefully expressed in monetary terms. അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റീൻ്റെ എക്കണോമിക് റിസോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത്? അസറ്റ് ആർ ഐറ്റംസ് ഓർ വാല്യൂ യൂസ്ഡ് ബൈ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. ഇറ്റ് പ്രൊവൈഡ് എക്കണോമിക് ബെനിഫിറ്റ് ടു എൻ്റർപ്രൈസ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഇതെന്ത് എൻ്റർപ്രൈസിന് എക്കണോമിക് ബെനിഫിറ്റ്സ് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ, സൂപ്പർ ബസാർ ഓൺസ് എ ഫ്ലീറ്റ് ഓഫ് ട്രക്ക് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ഇറ്റ് ഫോർ ഡെലിവറിങ് ഫുഡ് സ്റ്റഫ്. The truck thus provide economic benefit to enterprise. This item will be shown on the asset side of the balance sheet to super bazaar. അതായത് ഇപ്പോൾ നമ്മളൊരു സൂപ്പർ ബസാർ നടത്തിക്കൊണ്ട് വന്ന ആളാണെങ്കിൽ നമ്മൾ ട്രക്സ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫുഡ് സ്റ്റഫ്സൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഒരു ട്രക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ട്രക്ക് എന്താണ്? ഈ ട്രക്ക് നമ്മളിങ്ങനെ ബിസിനസ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എക്കണോമിക് ബെനിഫിറ്റ് ടു ദ എൻ്റർപ്രൈസ്. അങ്ങനെ എക്കണോമിക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഐറ്റം ഓഫ് വാല്യൂവിന് നമ്മൾ എന്താണ് പറയുക? അസറ്റ് എന്നാണ് പറയുക. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റ് ഏറ്റവും അവസാനം പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഈ ട്രക്കിനെ കാണിക്കും. ഒരു എൻ്റർപ്രൈസിൻ്റെ എക്കണോമിക് റിസോഴ്സാണ് അസറ്റ്. അത് മോണിറ്ററി ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഇറ്റ്സ് ആർ ദ ഐറ്റംസ് ഓഫ് വാല്യൂ യൂസ്ഡ് ബൈ ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. ബിസിനസ് ആൻഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇത് എൻ്റർപ്രൈസിന് എക്കണോമിക് ബെനിഫിറ്റ് നൽകുന്നു. അസറ്റ്സിന് കുറച്ചധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വന്ന് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്
ടേം അസറ്റ് ആയിരിക്കും. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ല സെയിലിന് വേണ്ടിയിട്ട് റീസെയിലിന് വേണ്ടി വരുന്ന ഐറ്റംസ് അല്ല. ആ ഒരു ഓർഗനൈസേഷൻസിൻ്റെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ലോങ് ടേം ഒരു ബേസിസിലോട്ട് വാങ്ങുന്ന അസറ്റാണ് ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്. അത് പെർമനൻറ്റ് ഇൻ നാച്ചർ ആയിരിക്കും. ഇറ്റ്സ് യൂസ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. സപ്പോസ് നമ്മുടെ എൻറ്റിറ്റി ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ആണെന്ന് വെച്ചോ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആവശ്യത്തിനൊരു മെഷീനറി വാങ്ങുകയാണ്. ഈ മെഷീനറി എന്താണ്? നമ്മളെ പ്രൊഡക്റ്റ് എന്താണ്? ടെക്സ്റ്റൈൽസ് ആണ്, മെഷീനറി അല്ല. അപ്പോൾ നമ്മൾ മെഷീനറി റീസെയിലിന് വേണ്ടി വാങ്ങുന്നതല്ല, ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ഒരു കൊല്ലത്തോളം നമ്മൾ വിൽക്കാൻ പോകുന്നില്ല. അതായത് ഫിക്സഡ് അസറ്റ് നമ്മൾ ഒരു കൊല്ലത്തിലധികം നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നു. ഇത് യൂസ് ഫോർ മോർ ദാൻ 1 ഇയർ. ഒരു കൊല്ലത്തിലധികം നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യും. ഇത് റീസെയിലിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് അതിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടി വാങ്ങുന്ന അസറ്റാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈസിലി ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എക്സാമ്പിൾ ബിൽഡിംഗ് അല്ലേ. ബിൽഡിംഗ് എന്താണ്? നമ്മൾ റീസെയിലിന് ആയിട്ടുള്ള പർപ്പസിൽ വാങ്ങുന്നതല്ല, അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ വിൽക്കണമെന്ന പർപ്പസിന് വാങ്ങുന്നതല്ല. അത് നമ്മൾ ബിസിനസ്സിൻ്റെ ഓപ്പറേഷന് വേണ്ടി വാങ്ങുന്നതാണ്. അത് ഫിക്സഡ് നാച്ചറാണ്. അതായത് ഫിക്സഡ് മീൻസ് കുറച്ചധികം കാലം യൂസ് ചെയ്യണം എന്ന് അല്ലേ, ആ തരത്തിൽ വാങ്ങുന്നതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടേം അസറ്റ്, പെർമനന്റ് നാച്ചർ, ഇസ് യൂസ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്, നോട്ട് ഫോർ റീസെയിൽ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇറ്റ്സ് യൂസ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്, നോട്ട് ഫോർ റീസെയിൽ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ്സ് കനോട്ട് ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ എക്സാമ്പിൾ സഹിതം എഴുതണം, അപ്പോഴാണ് മാർക്ക് വീഴുള്ളൂ. ദെൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇറ്റ്സ് ടെമ്പററി നാച്ചർ, ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. എക്സാമ്പിൾ എന്താണ്? ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ എക്സെട്ര. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പററി നാച്ചറാണ്. അത് നമുക്ക് ഈസിലി ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കറണ്ട് അസറ്റ്സിൻ്റെ ഒരു മാക്സിമം പീരീഡ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ 1 ഇയറൊക്കെ വരും. 1 ഇയറിൽ തന്നെ ഈ ഒരു കറണ്ട് അസറ്റ് നമ്മൾ ക്യാഷിലോട്ട് കൺവേർട്ട് ആക്കും. എക്സാമ്പിൾസ് ആണ് ക്യാഷ്. ഭയങ്കര ലിക്വിഡിറ്റി കൂടുതൽ അസറ്റ്സ് ആയിരിക്കും കറണ്ട് അസറ്റ്, ക്യാഷ്. അതുപോലെ ബാങ്ക് ബാലൻസ്, ഡെക്ടേഴ്സ്, നമുക്ക് കടം തരാനുള്ള ആളുകളാണ്. പിന്നെ സ്റ്റോക്കൊക്കെ എന്താണ്? കറണ്ട് അസറ്റാണ്. നമ്മൾ ഈസിലി അത് എന്ത് ചെയ്യും? ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബിൽസ് റിസീവബിൾ. പിന്നെ കറണ്ട് അസറ്റ്സിന് നമ്മൾ ഫ്ലോട്ടിംഗ് അസറ്റ് എന്നും സർക്കുലേറ്റിംഗ് അസറ്റ് എന്നും പറയുന്നുണ്ട്, മനസ്സിലാക്കുക. പിന്നെ വരുന്നതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്നതാണ് നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയുക. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ദ അസറ്റ്സ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്. നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും സാധിക്കില്ല, ബട്ട് ഇറ്റ് ഹാസ് എക്കണോമിക് വാല്യൂ. ഇത് എക്കണോമിക് വാല്യൂ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് പ്രൊവൈഡ് എക്കണോമിക് ബെനിഫിറ്റ് ടു ദ എൻ്റർപ്രൈസിന് എക്കണോമിക് ബെനിഫിറ്റ് നൽകും. ഇസ് ആർ ദ റിസോഴ്സ് ഓഫ് ദി ബിസിനസ്സിൻ്റെ എക്കണോമിക് റിസോഴ്സാണ്. എക്സാമ്പിൾ ഗുഡ് വിൽ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്. ഇതൊന്നും, ഈ ഗുഡ് വിൽ എന്ന് പറയുന്ന സാധനം, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ഇതൊന്നും നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ ഈ അസറ്റുകളെല്ലാം, ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എൻറ്റിറ്റിക്ക് ഒരു എക്കണോമിക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു എക്കണോമിക് റിസോഴ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾസ് പഠിക്കണേ. അത് നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ അസറ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ആദ്യം ഇനി അവിടെ പറയില്ല. നമ്മൾ ഏതാണ് ഒരു ഐറ്റം തരും, ഇത് അസറ്റാണോ അസറ്റ് അല്ലേ, അത്രേ ഉള്ളൂ. ഇനി അസറ്റ് എന്താണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യില്ല, അതാണ് പറയുന്നത് കേട്ടോ. കൃത്യമായിട്ട് എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കണം. ദെൻ ഫിനാൻഷ്യൽ അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽപ്പ് ഫോർ ഓപ്പറേഷണൽ പേർപ്പസ്, ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് held for operational purpose but for earning income or for rendering services. അതായത് നമ്മൾ ഈ ഷെയർസിൽ, സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, ആ തരത്തിലുള്ള അസറ്റ്സിനെയാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എന്താണ്? ഇൻകം ഏൺ ചെയ്യാൻ പറ്റും, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഏൺ ചെയ്യാൻ പറ്റും. അതായത് സെക്യൂരിറ്റീസിൽ, അതുപോലെ ഡിവെഞ്ചേഴ്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, ഷെയർസിലൊക്കെ, അതാണ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ഇനി വേസ്റ്റിംഗ് അസറ്റ് എന്ന് വെച്ചാൽ assets which are exhausted gradually in the process of their use, worthless once its utility is over. നാച്ചുറൽ റിസോഴ്സസ്. അതായത് ഈ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ റിസോഴ്സസ് ആയിരിക്കും. ആ ഒരു അസറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നിടത്തോളം ആ അസറ്റ് എന്ത് ചെയ്യും? എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും, കഴിഞ്ഞുകൊണ്ടിരിക്കും.
അപ്പോൾ ഈ ഒരു അസറ്റിൻ്റെ അതിൻ്റെ യൂട്ടിലിറ്റി, അതായത് ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വർത്ത്ലെസ് ആണ്. നമ്മൾ എത്ര യൂസ് ചെയ്യുന്നു അത്ര യൂസ് ചെയ്യുന്ന അസറ്റിൻ്റെ ആ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. എക്സാമ്പിൾ മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ്, ടിമ്പർ റിസോഴ്സസ് ഒക്കെ. ക്വാറീസിൽ നിന്ന് നമ്മൾ കല്ലെടുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലേ, അത് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അവിടെ പുതിയത് വരുന്നില്ല. അപ്പോൾ ഈ ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു എന്താണ് ഗ്രാജുവലി അത് എക്സ്ഹോസ്റ്റ് ആവും, അത് മൊത്തമായിട്ട് ഇല്ലാണ്ടാവും. ഇത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ്, ടിമ്പർ റിസോഴ്സസ്. അല്ലെങ്കിൽ കോണ്ടിജന്റ് അസറ്റ്സ് എന്ന് പറയും. കണ്ടിജന്റ് അസറ്റ്സ്, പ്രോബബിൾ അസറ്റ്സ് വിച്ച് മേ ഓർ മേ നോട്ട് ബിക്കം അസറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഒക്കറൻസ് ഓർ നോൺ ഒക്കറൻസ് ഓഫ് എ സ്പെസിഫൈഡ് ഇവന്റ്. ഇത് അസറ്റ് അല്ല, ഒരു പ്രോബബിൾ അസറ്റാണ്. അതായത് ഭാവിയിൽ വേണമെങ്കിൽ നമ്മളെ ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ അസറ്റ് ആവാം അല്ലെങ്കിൽ അസറ്റ് ആവാതിരിക്കാം. അതായത് ഒരു സ്പെസിഫൈഡ് ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് അസറ്റ് ആവാം അല്ലെങ്കിൽ അസറ്റ് ആവാതിരിക്കാം. എങ്ങനെയാണ് പറയുക, ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബിസിനസ് എൻ്റർപ്രൈസ് ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. ആ കേസ് വിജയിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് നമ്മളെ അസറ്റായിട്ട് തീരും, ആ ക്ലെയിം കിട്ടുന്ന അസറ്റായി തീരും. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സ്പെസിഫൈഡ് ഇവൻ്റ് നടക്കുന്നത്, ആ കേസ് നമ്മൾ ജയിച്ചാൽ മാത്രമേ ആ ഒരു ക്ലെയിം നമുക്ക് കിട്ടുള്ളൂ, അപ്പോൾ മാത്രമേ അസറ്റാവുമായുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ അസറ്റല്ല. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ഇവൻറ്റ് നടന്നാൽ അല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ, ഇപ്പോൾ സപ്പോസ് വേറെ എക്സാമ്പിൾ ഒരു കേസ് എന്താ പറയുക, വേറെ ആൾ നമുക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസാണെങ്കിലോ, അതായത് അവർക്കത് ക്ലെയിം ചെയ്ത് കിട്ടണം. അപ്പോൾ ആ ഒരു കേസ് എന്ത് ചെയ്യണം, അങ്ങനെ വരാതിരുന്നാൽ മാത്രമേ നമ്മളെന്നാൽ ലയബിലിറ്റി പോകുള്ളൂ, അല്ലെങ്കിൽ ആ അസറ്റ് നമ്മുടേതാവുള്ളൂ. അപ്പോൾ ഒരു സ്പെസിഫൈഡ് ഇവൻ്റ് ഒക്കറൻസോ അല്ലെങ്കിൽ നോൺ ഒക്കറൻസോ അത് നടന്നാലോ നടന്നില്ലെങ്കിലോ ആ അസറ്റ് ചിലപ്പോൾ നമ്മുടെ അസറ്റ് ആവും, ചിലപ്പോൾ നമ്മുടെ അസറ്റ് അല്ലാതിരിക്കും. അതാണ് ഇത്. ദെൻ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് ഇസ് നോട്ട് റിയൽ അസറ്റ്, നോട്ട് റെപ്രസെൻറ്റഡ് ബൈ ടാഞ്ചിബിൾ പൊസിഷൻ, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അതായത് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇത് റിയൽ അസറ്റ് അല്ല. ഇത് അസറ്റ് ഒരു ടാഞ്ചിബിൾ പൊസിഷൻ കാണിക്കാൻ പറ്റുന്ന അസറ്റ് അല്ല. എന്താണ് നമ്മൾ ഇതിനെ അസറ്റിൻ്റെ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടെല്ലാം ഡെബിറ്റ് ബാലൻസ് കാണിച്ചിട്ടുണ്ടായിരിക്കും, അത് ഫുള്ളായിട്ട് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല, തള്ളിയിട്ടുണ്ടാവില്ല, റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോഴും അവിടെ ഒരു അസറ്റ്, ആ പെർട്ടിക്കുലർ അക്കൗണ്ടിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് അസറ്റ് സൈഡിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് അസറ്റായിട്ട് കണക്കാക്കുന്നത്. ഇറ്റ്സ് നോട്ട് റിയൽ അസറ്റ്, ഇത് റിയൽ അസറ്റ് അല്ല. അതായത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, ഒരു അണ്ടർ റൈറ്റിംഗ് കമ്മീഷനൊക്കെ നമ്മളിങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് പോലെയുള്ളതും അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ പോലെയുള്ള പെർട്ടിക്കുലർ അക്കൗണ്ട്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടാണ്. അതങ്ങനെ ഓരോ കൊല്ലം കൂടുമ്പോൾ നമ്മൾ അത് റിട്ടേൺ ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളത് ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് എവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റ് ഒന്ന് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് അസറ്റും ലയബിലിറ്റീസും കാണിക്കുന്ന റിപ്പോർട്ടാണ്. അതിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. അതുകൊണ്ടാണ് ഇത് നമ്മൾ അസറ്റ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇത് മൊത്തം പഠിക്കണം. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഇൻടാൻജിബിൾ അസറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്, വെസ്റ്റിംഗ് അസറ്റ്, കണ്ടിജന്റ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. അസറ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടൊരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ എഴുതണം അല്ലേ. അപ്പോൾ ഇത് മൊത്തം പഠിക്കണം. ലയബിലിറ്റീസ്. അസറ്റ് നമ്മുടെ എക്കണോമിക് റിസോഴ്സസ് ആണ്. അപ്പോൾ ലയബിലിറ്റീസ് എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റാണ്. ലയബിലിറ്റീസിൻ്റെ മലയാളം എന്താണ്, ബാധ്യതകളാണ് അല്ലേ. അപ്പോൾ നോക്കൂ, ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻ ഓർ ഡെറ്റ് ദാറ്റ് ആൻ എൻ്റർപ്രൈസ് ഹാസ് ടു പേ അറ്റ് സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. ലയബിലിറ്റീസ് എന്താണ്, നമ്മൾ ഭാവിയിൽ കൊടുത്ത് തീർക്കേണ്ട കുറച്ച് ഒബ്ലിഗേഷൻസ് ആണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എൻ്റർപ്രൈസ് എന്ത് ചെയ്യണം, അത് കൊടുത്ത് തീർക്കണം. നമ്മളുടെ അസറ്റ് അല്ലത്, നമ്മളത് കൊടുത്ത് തീർക്കണം. ദേ റെപ്രസെൻറ്റ് ക്രെഡിറ്റേഴ്സ് ക്ലെയിംസ് ഓർ ദ ഫെയിംസ് അസറ്റ്. ക്രെഡിറ്റേഴ്സ് ക്ലെയിം, അതായത് ക്രെഡിറ്ററുടെ ക്ലെയിം, നമ്മൾ ഒരു സംഭവം ക്രെഡിറ്റിന് വാങ്ങി, നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു കടം വന്നു, ഒരു ലയബിലിറ്റി വന്നു. ആ ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്ത് തീർക്കണം. അല്ലെങ്കിൽ എന്താണ്, അത് ലയബിലിറ്റി തന്നെയാണ്, അത് നമ്മുടെ അസറ്റ് അല്ല. ഒരു ഫേമിൻ്റെ അസറ്റ്, ഇപ്പം നമ്മൾ ഒരു അസറ്റ് നമ്മൾ അക്വയർ ചെയ്യുന്നത് ലോൺ എടുത്തിട്ടാണെന്ന് വെച്ചു, നമ്മളുടെ ഫേമിലേക്ക് ഒരു അസറ്റ് നമ്മൾ വാങ്ങുന്നു, അത് ലോൺ ബേസിസിലാണ് വാങ്ങുന്നതെങ്കിൽ എന്താണ്, അസറ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റിയോടെ വരുന്നുണ്ട്. ഇതൊക്കെ ലയബിലിറ്റീസാണ്. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ക്യാഷ് കിട്ടുന്നു, ക്യാഷ് അസറ്റും ലോൺ ലയബിലിറ്റിയുമാണ്. ഓക്കെ, സോ ബോത്ത് സ്മോൾ ആൻഡ് ബിഗ് ബിസിനസ് ഫൈൻഡ് നെസസറി ടു ബോറോ മണി ടു വൺ ടൈം ഓർ അതർ ആൻഡ് ടു പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ എല്ലാ ബിസിനസ് എൻ്റർപ്രൈസും, ഇപ്പോൾ സ്മോൾ ബിസിനസ് ആണെങ്കിലും ബിഗ് ബിസിനസ് ആണെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, ഈ
മണി അല്ലെങ്കിൽ ക്യാഷ് ബോറോ ചെയ്യേണ്ട ലോൺസ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ എന്താണ് ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓഫ് 10,000 ഓൺ ക്രെഡിറ്റ് ഫോർ എ മന്ത് ഓഫ് ഫാസ്റ്റ് ഫുഡ് പ്രോഡക്റ്റ്. ഇത് ഞാൻ ഇങ്ങനെ മൊത്തമായിട്ട് പറയുന്നില്ല, ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഈ വർഷം നമ്മളൊരു നമ്മൾ എൻറ്റിറ്റിക്ക് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങി, ഒരു 20,000 റുപ്പീസിന് ക്രെഡിറ്റിന് വാങ്ങിയെന്ന് വെച്ചോ. നമ്മളത് ഈ കൊല്ലം കൊടുത്ത് തീർക്കാൻ സാധിച്ചില്ല, നമ്മൾ മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എന്ത് പറയും? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 20,000 റുപ്പീസ് നമ്മൾ കാണിക്കും. അത് നമ്മുടെ എന്താണ്? ലയബിലിറ്റിയാണ്. അതുപോലെ നമ്മൾ ഒരു മെഷീനറി വാങ്ങിയെന്ന് വെച്ചോ. ഈ മെഷീനറി വാങ്ങാൻ നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഈ ലോൺ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡിൽ നമ്മളൊരു 1 lakh റുപ്പീസ് മെഷീനറി ആണെങ്കിൽ 1 lakh റുപ്പീസ് കാണിക്കും. ദിസ് ഇസ് ദ ലയബിലിറ്റീസ് നമ്മൾ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ഓക്കെ, ഉള്ളൂ. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഒബ്ലിഗേഷൻസ് ഓർ ഡെറ്റ്സ് ദാറ്റ് എന്റർപ്രൈസ് has to pay sometime in future. They represent creditors' claims or the firm's assets. Okay. പിന്നെ നമ്മൾ അസറ്റ് ക്ലാസിഫൈ ചെയ്യുന്ന പോലെ തന്നെ ലയബിലിറ്റീസിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് എടുത്ത് വരുന്നത് വെച്ചാൽ അവിടെ വരുന്നത് തന്നെ, അതായത് ലയബിലിറ്റീസ് ക്ലാസ് വിഡ് കറണ്ട് ആൻഡ് നോൺ കറണ്ട്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടെമ്പററി നാച്ചുറൽ ആയിരിക്കും, 1 year കൊടുത്ത് തീർക്കേണ്ടതായിരിക്കും. എക്സാമ്പിൾസ് എന്താണ്? ക്രെഡിറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ അല്ല, അവിടെ എന്താണ്? ബിൽസ് റിസീവബിൾ ആയിരുന്നു. എന്താണ്? ബിൽസ് പേയബിൾ ശ്രദ്ധിക്കണം, ഞാൻ അതെല്ലാം എടുത്ത് എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. എന്താണ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നോൺ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ കറണ്ട് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് നാച്ചർ, അതായത് 1 year മുകളിലോട്ട് വരുന്ന ലയബിലിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ വലിയ ലോങ് ടേം ലോൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. ക്യാപിറ്റൽ എന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. അതുപോലെ വലിയ കുറച്ചുകൂടി എമൗണ്ടൊക്കെ വരുന്ന കുറച്ച് ഇയറിലോട്ട് നമ്മൾ എടുക്കുന്നത് എന്താണെന്നൊക്കെ നമ്മുടെ നോൺ കറണ്ട് അല്ലെങ്കിൽ ഒരു കാലത്തോട്ട് വരുന്ന ലയബിലിറ്റീസിന് നോൺ കറണ്ട് എന്ന് പറയാം കേട്ടോ. കറണ്ട് എന്ന് പറയുന്നതാണ് 1 yearനുള്ളിൽ നമ്മളത് പേ ചെയ്യണം, അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് വരുന്നതാണ് current liabilities and non-current liabilities. A distinction between the current and non-current item. Current assets or liability involved in operating cycle. ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ തീരും കറണ്ട് അസറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സെറ്റിൽ വിത്തിൻ 12 months. 12 months പറഞ്ഞാൽ എന്താണ്? 1 year. 1 yearനുള്ളിൽ ഈ കറണ്ട് അസറ്റും ലയബിലിറ്റി ആണെങ്കിലും അത് റിയലൈസ് ചെയ്യുകയാണെങ്കിലും സെറ്റ് ആണെങ്കിലും വിത്തിൻ 12 months 1 yearനുള്ളിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഈ കറണ്ട് അസറ്റ്സിൽ വരിക. കറണ്ട് ഐറ്റംസ് പ്രൈമർലി ഫോർ ട്രേഡിങ്. ഈ കറണ്ട് അസറ്റ്സ്, ഈ കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ ആ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ എടുത്തതായിരിക്കും. കറണ്ട് ഐറ്റംസ് ആർ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻറ്റ്. കറണ്ട് ഐറ്റംസ് മെയിനായിട്ട് ഒന്നെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഈക്വലൻ്റ് ആയിരിക്കും, ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആയിരിക്കും. മനസ്സിലൊക്കെ മെയിൻലി വിത്തിൻ 12 months നമ്മളത് സെറ്റിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ക്യാപിറ്റൽ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടേം. ഓക്കെ, എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ഫേം ഇസ് നോൺ ആസ് ക്യാപിറ്റൽ. ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ബ്രോട്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്സ് ബൈ ദ ഓണർ ഫോർ ദ ബിസിനസ് എൻറ്റിറ്റി. ഇത് ക്യാഷ് ഫോമിലായിരിക്കാം, മറ്റേതെങ്കിലും അസറ്റ് ഫോമിലായിരിക്കാം, ഏത് ഫോമിൽ വേണമെങ്കിലും ഒരു ഓണർക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ കൊണ്ടുവരാം. ആൻഡ് ദ ക്യാപിറ്റൽ ഈസ് എൻ ഒബ്ലിഗേഷൻ ആൻഡ് ക്ലെയിം ഓൺ ദ അസറ്റ്സ് ഓഫ് ബിസിനസ്. It's therefore shown as capital on the liability side of the balance sheet. As he already said, capital is liabilities. Okay, എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലയബിലിറ്റി ആവുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഒരു ഒബ്ലിഗേഷൻ ആവുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയും. ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ് ഓണറും ബിസിനസ് എൻറ്റിറ്റിയും രണ്ടും രണ്ടാളുകളാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഓണർ കൊണ്ടുവരുന്ന ക്യാഷ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്, അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? ക്യാപിറ്റൽ ഈസ് എൻ ഒബ്ലിഗേഷൻ. അപ്പോൾ ക്യാപിറ്റൽ എന്ന ഒബ്ലിഗേഷനാണ്. ആൻഡ് ക്ലെയിം ഓൺ ദ അസറ്റ്സ് ഓഫ് ബിസിനസ്സിൻ്റെ അസറ്റിൻ്റെ മേലുള്ള ക്ലെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലയബിലിറ്റിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് therefore shown on the liability side of the balance sheet. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡാണ് നമ്മൾ ക്യാപിറ്റൽ കാണിക്കുക. So the amount invested by the owner in the firm to the firm is known as capital. It may be brought in the form of cash ഫോമിൽ തന്നെ കൊണ്ടുവരുന്നില്ല, അസറ്റ് ഫോമിലും കൊണ്ടുവരാം. ഓക്കെ,
മനസ്സിലായില്ലേ? ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷനാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമർ. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസാണ് ഒരു ബിസിനസ്സിലെ മെയിൻ ആയിട്ടുള്ള റവന്യൂ ഐറ്റം എന്ന് പറയുന്നത്. നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിലോട്ട് സെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് റവന്യൂ ആണ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. സെയിൽസ് ഇസ് ദ മെയിൻ റവന്യൂ ഇൻ എ ബിസിനസ് എൻറ്റിറ്റി. സെയിൽസിൻ്റെ മുകളിൽ ആണ് റവന്യൂ വരുന്നത്. ഈ സെയിൽസ് എന്നുള്ളത് ക്യാഷ് സെയിൽസോ ക്രെഡിറ്റ് സെയിൽസോ ആയിരിക്കും. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷിന് സെയിൽ ചെയ്യുന്നു, നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, ഹീസ് ഗെയിം ക്യാഷ് ബാക്ക്, ക്യാഷ് അപ്പം തന്നെ നമുക്ക് തരുന്നു. ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ബേസിസിലാണ് കൊടുക്കുന്നത്, കടമായി കൊടുക്കുന്നു, നമുക്ക് ഡെറ്റർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പിന്നീട് അത് ക്യാഷിലോട്ട് കൺവേർട്ട് ആക്കുന്നു. അങ്ങനെയാണ് സെയിൽസ് ആർ ടോട്ടൽ റവന്യൂ ഫ്രം ദ ഗുഡ്സ് ഓർ സർവീസ് സോൾഡ് ഓർ പ്രൊവൈഡ് ടു കസ്റ്റമേഴ്സിലോട്ട് നമ്മൾ ഗുഡ്സ് ഓർ സർവീസ് വിറ്റിട്ട് അല്ലെങ്കിൽ കൊടുത്തിട്ട് നമ്മൾ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് സെയിൽസ് വഴിയാണ്. സെയിൽസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ്. ഒരു ബിസിനസ് എന്തിനാണ്? സെയിൽസ് വഴിയാണ് നിൽക്കുന്നത്. റവന്യൂ, ദിസ് ആർ ദ എമൗണ്ട് ഓഫ് ബിസിനസ് ഓൺ ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമേഴ്സ് കോൾഡ് സെയിൽസ് റവന്യൂ. എന്നാൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് കസ്റ്റമേഴ്സിലോട്ട് സെല് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് റവന്യൂ. ആ റവന്യൂ നമ്മൾ സെയിൽസ് റവന്യൂ. ഇനി അതാണ് മെയിൻ റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം എന്നിട്ട് അർത്ഥം. അതർ ഐറ്റംസ് റവന്യൂ എന്ന് പറയുമ്പോൾ കമ്മീഷൻസ്, നമുക്ക് റവന്യൂ കമ്മീഷൻ റിസീവ് ചെയ്യാറുണ്ട് നമ്മൾ പലതിലും. പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരാറുണ്ട്, ഡിവിഡൻഡ് നമുക്ക് കിട്ടാറുണ്ട്, റിയാലിറ്റീസ് കിട്ടാറുണ്ട്, റെൻറ്റ് റിസീവ്ഡ് കിട്ടാറുണ്ട്. അതൊക്കെ എന്താണ്? അതൊക്കെ റവന്യൂ തന്നെയാണ്. ദെൻ റവന്യൂ ഈസ് ഓൾസോ കാൾഡ് ഇൻകം. ഇൻകം കൂടിയും റവന്യൂന്ന് പറയാറുണ്ട്. എക്സ്പെൻസ് എന്താ? എക്സ്പെൻസ് പറഞ്ഞാൽ ചിലവുകളാണ് അല്ലേ. ചിലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ചിലവ് വരും ഒരു ബിസിനസ് ആകുമ്പോൾ. കോസ്റ്റ് എൻകോർഡ് ബൈ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ഓർ നോൺ ആസ് എക്സ്പെൻസ്. നമ്മൾ പറഞ്ഞു നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്തിട്ട് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഈ റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് ഓപ്പറേഷൻ നമുക്ക് പല ചിലവുകൾ വരും. ഈ ചിലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻസസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് എന്താണ് ഒരു യൂഷ്വൽ ഐറ്റം ഓഫ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ്. നമ്മൾ എടുക്കുന്ന ബിൽഡിങ് റെൻറ്റ് ഉണ്ടെങ്കിൽ റെൻറ്റ് പെയ്ഡ്, വേജസ്, സാലറീസ് പെയ്ഡ്, ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത്, പിന്നെ ലൈറ്റ് ആൻഡ് വാട്ടർ, ടെലിഫോൺ, ഒക്കെ എന്താണ്? ഒക്കെ നമ്മുടെ എക്സ്പെൻസസ് ആണല്ലേ. ജനറലി എക്സ്പെൻസസ് ആർ മെഷർഡ് ബൈ ദ കോസ്റ്റ് ഓഫ് അസറ്റ്സ് കൺസ്യൂംഡ്. എത്ര അസറ്റ്സ് കൺസ്യൂം ചെയ്തു അല്ലെങ്കിൽ എത്ര സർവീസ് അക്കൗണ്ടിങ് പീരീഡിൽ യൂസ് ചെയ്തു എന്നതിൻ്റെ രീതിയിലാണ് നമ്മൾ എക്സ്പെൻസസ് ജനറലി മെഷർ ചെയ്യാറുള്ളത്. സോ ഇത് ഇത്രയല്ല ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ് ഉള്ളത്. നമുക്കിനി ഒരു പാട്ടും കൂടി വേണ്ടി വരും കേട്ടോ. ഇത് എല്ലാവരും നന്നായി പഠിക്കുക. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ഇതിലും സിമ്പിളായിട്ട് ഇതിലും ചെറുതായിട്ട് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുമോ എനിക്കറിയില്ല. പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടാവും. അത് നാളെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം. സോ നന്നായി പഠിക്കുക, റിവൈസ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് പഠിക്കുക. സോ നാളത്തെ ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.